ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ അൺബോക്സിംഗ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കാര്യം കിട്ടി. വാലന്റൈൻസ് ഡേ അല്ലേ കേട്ടത്, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്നോ? ഞാനിത് ചോദിച്ചതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താണല്ലേ, എനിക്ക് ഗിഫ്റ്റ് കിട്ടി ഗൈസ്. ഇതും കൂടെ കുട്ടി എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഗിഫ്റ്റാണ്. ഐ മീൻ ആദ്യത്തെ വാലന്റൈൻസ് ഗിഫ്റ്റാണ്. അപ്പം എൻ്റെ പരിചയം എനിക്ക് അയച്ചു തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇനി ആരും തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കേണ്ട. ആമസോണിൽ സാധനം കിട്ടുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് ആരും തന്നെയൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ട് അപ്പോഴത്തേക്ക് ഒരു മനസ്സും. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ആദ്യം തന്നെ ഒരു ടെഡി ബിയറാണ് കേട്ടോ, റെഡ് കളർ ടെഡിക്കുട്ടെ. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മൾ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഗോൾഡ് കളർ റോസ്, 24 ക്യാരറ്റ് റോസ് ആണെന്ന് പറയുന്നത്. 24 ക്യാരറ്റ് റോസിനൊക്കെ ഇപ്പോൾ എന്താ വില? അപ്പം അങ്ങനെ റോസാണ് സംഭവം. ഞാൻ വിചാരിച്ചിട്ട് മിഠായി കവറേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിൽക്ക് ആദ്യം ഡയറി മിൽക്ക് സിൽക്കിൻ്റെ അകത്തൊക്കെ മതി. അതാണ് അതല്ല, കുറച്ചുകൂടെ കട്ടിയുള്ള എന്തോ ഒരു ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കള്ള സംഭവം ഇത് ഇന്ത്യയില്ല, ചൈന ജപ്പാൻ കണ്ട. പിന്നെ ഇത് നമ്മുടെ ഹർഷീസ് കിസസിൻ്റെ കുറച്ച് മിഠായി, ചെറിയ പാക്കറ്റ്, അതിനകത്ത് 5 മിഠായി ഇല്ലാത്ത വാലന്റൈൻസ് ഡേ അങ്ങനെ ആ മിഠായിൻ്റെ. പിന്നെ ഇതിനകത്ത് ഈ ഒരു നെക്ലസ് ആണ് കേട്ടോ. ഇത് പല മീൻസ് പല കളറിലുണ്ടായിരുന്നു. നമുക്ക് സിൽക്കാണ്. ഇതിനൊരു പ്രത്യേകത എന്തായാലും കാണിച്ചാൽ നോക്കണേ. ഇതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമ്മളത് ഇങ്ങനെ നോക്കിയാലും നമുക്ക് കാണാം, അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടോർച്ച് അടിക്കുന്നുണ്ടോ ഷാഡോ വരുന്നു അങ്ങനെ കാണാം. പക്ഷേ ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ നമ്മുടെ ഞാൻ എടുക്കുന്നില്ല, കണ്ണു തന്നെ എടുക്കുന്നത് നോക്കിയിട്ട് അത് മാറ്റി വെച്ചു. ഇനി ഇതിനകത്തായിരുന്നില്ലേ, ഇതിനകത്ത് ഞങ്ങൾ ഗൈസ് കാണിച്ചത് ഞങ്ങൾ രണ്ടുപേരുണ്ട്. അപ്പോൾ ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് ഒരു കിസ് കിട്ടാതിണ്ടല്ലേ, അങ്ങനെ ഞങ്ങൾ കിസ് ചെയ്ത് കണ്ടോ. പിന്നെ ഈ ഒരു ഫിഗറിങ്ങും തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അതെന്താണല്ലേ, ഇതാണ് കാർഡ്, വാലന്റൈൻസ് ഡേ കാർഡ് കിട്ടിയ കാലമാണല്ലേ. കാർഡൊക്കെ പണ്ടായിരുന്നു ഒരു ട്രെൻഡിങ്, ഇങ്ങനെ കവറിലാക്കിയിരുന്നു, കണ്ടിട്ട് കുറേ കാലമായി കാർഡിന്. അപ്പോൾ അങ്ങനെ ഒരു കാർഡ് കിട്ടി. അതിനകത്ത് അവർ എന്തൊക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, വലിയ സാഹിത്യമായിട്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ തീർന്നു വിചാരിക്കും, നോ നെവർ, ഒരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് ഇതിനകത്ത് ലാസ്റ്റ് സാധനം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ബോട്ടിൽസ് ഉണ്ട്. ആ ബോട്ടിൽസിനകത്ത് കുറച്ച് തോട്ട്സ് എഴുതി നമുക്ക് ഇപ്പം ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ, എന്തെങ്കിലും ഒരു എഴുതി കൊടുക്കാനായിട്ടുള്ളതാണ്. ഞാൻ അതിനകത്തേക്ക് എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ വലിയ വലിച്ച് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എന്താ കണ്ടതല്ലേ, നിങ്ങളതിന് നോക്കിയോ. ഇപ്പം കാണാം, ഒന്നുമില്ല. ഒന്നുമില്ല. ഞാൻ ഇട്ട് തിരിച്ച് മറിച്ച് നോക്കി, ഒന്നുമില്ല. അതിനകത്ത് കാണിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തില്ല. നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു. ബൈ.